നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരളം പഴനി തായങ്കുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ അണിനിരന്നുള്ള പാണ്ടിമേളം മഹോത്സവത്തിന്റെ മാറ്റുകൂട്ടി. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ 2025 കുംഭഭരണി പത്രിക പ്രകാശനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ക്ഷേത്രം ഊരാളിനെ പത്രിക നൽകി പ്രകാശനം ചെയ്തു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടികയറും. ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കേരളം പഴനി തായങ്കുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ അണിനിരന്നുള്ള പാണ്ടിമേളം മഹോത്സവത്തിന്റെ മാറ്റുകൂട്ടി. പെരുവനം ശങ്കരനാരായണന്മാരാരുടെ നേതൃത്വത്തിൽ തായമ്പകയും പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും നടന്നു. തന്ത്രി മുഖ്യൻ പടിഞ്ഞാറേടത്ത് വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാൽ, പഞ്ചാമൃതം, പനിനീർ, ഇളനീർ, തേൻ, എണ്ണ, നെയ്, കുങ്കുമം, ഭസ്മം തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടന്നു. വിവിധ കാവടി സമാജങ്ങളുടെ നേതൃത്വത്തിൽ നാദസ്വരങ്ങളുടെ അകമ്പടിയോടെ കാവടിയാട്ടവും ഉണ്ടായി.
ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ 2025 കുംഭഭരണി പത്രിക പ്രകാശനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ക്ഷേത്രം ഊരാളനെ പത്രിക നൽകി പ്രകാശനം ചെയ്തു. ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ, സമിതി പ്രസിഡന്റ് പ്രവീൺ, സെക്രട്ടറി സി കണ്ണൻ, ടി കെ ജയൻ, ചാത്തക്കുടം ക്ഷേത്ര പ്രസിഡന്റ് വസപ്പൻ, പിടിക്കപ്പറമ്പ് ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണി, സെക്രട്ടറി മനോജ്, NN വിജയൻ, TG ദാസൻ, ഉദയകുമാർ, കുട്ടൻ എന്നിവർ സംസാരിച്ചു. മാർച്ച് 4-നാണ് ഭരണി ആഘോഷിക്കുന്നത്. 15 വേല നടക്കുന്ന ദിവസം തന്നെയാണ്. അതിൽപ്പെട്ടതാണ് വെല്ലച്ചിറ ക്ഷേത്രവും. വെല്ലച്ചിറ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മഹനീയമായ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ചിട്ടുള്ള ചിറവലത്ത് നടക്കുന്ന ദിവസമാണ് ഈ വെല്ലച്ചിറ ഭരണി ദിവസം. അതോടൊപ്പം തന്നെ വെളിച്ചപ്പാടിൻ്റെ കുള്ളലും കൽപ്പന പറച്ചിലുമൊക്കെ കേൾക്കുന്നതിനും ഭഗവാന്റെ ഭഗവതിമാരുടെ ഐശ്വര്യം ഏറ്റുവാങ്ങുന്നതിന് ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള സംഗതി ഇങ്ങനൊരു സംരംഭത്തിന്, ഇങ്ങനൊരു ക്രോഷർ ഇനാഗ്രേഷന് സമീപ പ്രദേശങ്ങളിലെ എല്ലാ ക്ഷേത്ര ഭാരവാഹികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്ക് തന്നെയാണ് വെല്ലച്ചിറ ഭരണി ദിവസം ഇവിടെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ വർഷവും വെല്ലച്ചിറ ഭരണി വളരെ കേമമായിട്ട് ആഘോഷിക്കുവാൻ, കേമമായിട്ട് നടത്തുവാൻ ഇവിടുത്തെ സംഘാടകർക്ക് സാധിക്കട്ടെ. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടികയറും. ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, ഗുരുപൂജ എന്നിവയുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, വൈകിട്ട് സഹസ്രാർച്ചന, ഭഗവതി സേവന എന്നിവയും ഉണ്ടാകും. ശനിയാഴ്ച മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ അധ്യക്ഷനാകും. സിനിമാ താരം ദേവൻ മുഖ്യപ്രഭാഷണം നടത്തും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, DYSP VK രാജു, മോഹൻദാസ് പൊന്നമ്പലത്ത്, ഷൈജു സായറാം, ശിവപ്രിയ, ദേവനന്ദന, കമൽജിത്ത്, ശ്രീഭദ്ര കിരൺ, അമേയ വിപിൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാർ, ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, മുൻ കളക്ടർ MN ഗുണവർദ്ധനൻ എന്നിവർ സംസാരിക്കും. ഞായറാഴ്ച വിശേഷാൽ പൂജകൾ, താലപ്പൊലി, ഘോഷയാത്ര എന്നിവയുണ്ടാകും. വൈകിട്ട് 6-ന് മഹാകവി കുമാരനാശാന്റെ അനുസ്മരണമായി കാവ്യസന്ധ്യ ശിവഗിരി മഠം ഗജാൻജി സ്വാമി ശാരദാനന്ദ ഉദ്ഘാടനം ചെയ്യും. സ്വാമി ധർമ്മവൃത അധ്യക്ഷനാകും. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉത്സവ ദിവസമായ ബുധനാഴ്ച രാവിലെ പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, പൂമൂടൽ എന്നിവ നടക്കും. വൈകിട്ട് 6-ന് 7 ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. തങ്കപ്പന്മാരാരുടെ പഞ്ചവാദ്യവും കിഴക്കൂട്ട് അനിയന്മാരാരുടെ പാണ്ഡിമേളവും പഴുവിൽ രഘുമാരാരുടെ പഞ്ചാരിമേളവും ഉത്സവത്തിന് അകമ്പടിയാകും. വ്യാഴാഴ്ച രാവിലെ 6-ന് പകൽപൂരം, കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. തുടർന്ന് ആറാട്ട് ഘോഷയാത്ര, ആറാട്ട് കഞ്ഞി വിതരണം എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് PR സിദ്ധൻ, കൺവീനർ പുരുഷോത്തമൻ ചെമ്പകശ്ശേരി, KC ചന്ദ്രബോസ്, അജയൻ പവറത്ത്, ഉണ്ണി അഴിമാവ്, വേണുഗോപാൽ കൊല്ലാറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സർക്കാരിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ താന്യം പഞ്ചായത്തുകളിലെ മത്സ്യകൃഷി കർഷകർക്ക് സൗജന്യമായി വളർത്തു മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 754 ഹെക്ടർ മത്സ്യകൃഷി നടത്തുന്ന 50ഓളം കർഷകർക്ക് കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ 5-ാം വാർഡ് മെമ്പർ ആന്റോ തുറയൻ, ഫിഷറീസ് ഓഫീസർ ഫിനി, അനീഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ 754 ഹെക്ടർ കൃഷി ചെയ്യാനായിട്ട്, മത്സ്യക്കുഞ്ഞുങ്ങളെ കൃഷി ചെയ്യുന്നതിനായിട്ട് 1 സെന്റിന് 30 മത്സ്യക്കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് ഇവിടെ വിതരണം ചെയ്തത്. നമ്മുടെ താന്യം പഞ്ചായത്തിൽ കുറേയേറെ പദ്ധതികൾ വെച്ചുകൊണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് മത്സ്യക്കുഞ്ഞിലേർപ്പെടുന്ന കുറേയേറെ ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവരെ നല്ല
രീതിയിൽ അവർക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കി നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എല്ലാ വർഷവും പദ്ധതിയിൽ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷവും വെച്ചിട്ടുണ്ട്. അത് കർഷകർ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് വന്നിരിക്കും. യൂത്ത് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബിന്റെ 7ാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് ഷുഹൈബിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡോ തൊറയൻ, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, INTUC പ്രതിനിധി ഷിഹാബ്, താന്യം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ആഷിഖ് ജോസ്, ഗോകുൽ, TJ ജോൺ, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ഷുഹൈബ് എന്നൊരു ചെറുപ്പക്കാരൻ ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലെ ഏതു കാര്യങ്ങൾക്കും, ഒരു പാവപ്പെട്ട രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏത് ആവശ്യത്തിനും വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സന്നദ്ധ ഭടനായിരുന്നു പ്രിയങ്കരനായ ഷുഹൈബ്. അത് തന്നെയായിരുന്നു അദ്ദേഹത്തെ കൊല്ലാനുണ്ടായ കാരണവും. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്തത് പ്രിയങ്കരനായ ഷുഹൈബ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെ കൊല്ലാനുണ്ടായ കാരണം. യൂത്ത് കോൺഗ്രസിൻ്റെ സമരവുമായി അദ്ദേഹം കണ്ണൂർ ജയിലിൽ കിടന്നപ്പോൾ ആ ജയിലിൽ വെച്ചും അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ അവിടെ വെച്ച് കൊല്ലാൻ പറ്റാതെ പുറത്തു വെച്ച് പാവപ്പെട്ട നല്ലവനായ ഒരു ചെറുപ്പക്കാരനെ വെട്ടി കൊലപ്പെടുത്തിയ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമ്മൾക്കറിയാം. എത്രയെത്ര കൊലപാതകങ്ങൾക്ക് അവർ അതായി സ്വായത്തമായി തന്നെയല്ല, ഈ കൊലക്കേസ് പ്രതികളെ യാതൊരു ഉളുപ്പുമില്ലാതെ ജയിലിൽ പോയി കാണുകയും അതുപോലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുന്ന അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ കണ്ടു. ഒരു പ്രദേശത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭീഷണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ അരിഞ്ഞു തീർക്കുന്ന ആ കൊലപാതക രാഷ്ട്രീയം ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്ത അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകൾ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത പിണറായി ഉൾപ്പെടെയുള്ള CPMൻ്റെ നേതാക്കളാണ് ഇന്ന് വിദേശ സർവകലാശാലകൾക്ക് ഇവിടെ സ്വാധീനം കൊടുക്കാൻ അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തനത്തിന് അംഗീകാരം കൊടുക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുക. കൂത്തുപറമ്പിൽ മരണപ്പെട്ട അല്ലെങ്കിൽ വെടിയേറ്റ് മരിച്ച 5 രക്തസാക്ഷികൾ ഇനി അവരാരായി എന്ന് ഈ ജനം പറയട്ടെ. അതാണ് ഏത് സമരത്തിൻ്റെ മുന്നിലായാലും ട്രാക്ടർ വന്നാലും അത് കമ്പ്യൂട്ടർ വന്നാലും ഒക്കെ സമരം ചെയ്യുകയും പിന്നെ അത് മുഴുവൻ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന CPM ആണ് ഇത്തരം കൊലകൾക്ക്. നമുക്കറിയാം, കാസർഗോഡ് കല്യോട്ട് കൃപേഷ് ശരത്ലാൽ ചെറുപ്പക്കാർ, ആ 2 ചെറുപ്പക്കാരെ ഒരു ദിവസം രാത്രി തന്നെ നിഷ്കരണം വധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതി അറസ്റ്റിൽ. തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പോട്ട പനമ്പള്ളി കോളേജിന്റെ അടുത്ത് താമസിക്കുന്ന 33 വയസ്സുള്ള ഷൈജുവാണ് അറസ്റ്റിലായത്. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, പരിയാരം, പോട്ട എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാണ് ഷൈജുവിനെ അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമലംഘനം നടത്തുന്നതായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി DYSP K. സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചു വരികയാണ് ഷൈജു നിയമലംഘനം നടത്തിയതായി മനസ്സിലായത്. തുടർന്ന് ചാലക്കുടി SHO K. സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സിവിൽ പോലീസ് ഓഫീസർമാരായ PC. ചഞ്ചൽ, PB. ബിനു, ബൈജു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഷൈജുവിന്റെ പേരിൽ കൊടകരയിൽ 2012, 2019, 2020, 2021, 2023 വർഷങ്ങളിലായി അടിപിടി കേസും 2013 2 വധശ്രമ കേസും 2020, 22 വർഷങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കേസുകളടക്കം 16 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്.
കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. വലപ്പാട് ആനവിഴുങ്ങി സ്വദേശി 44 വയസ്സുള്ള അജയനാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10 വൈകിട്ട് 4 മണിയോടെ ആനവിഴുങ്ങിയിലെ വീട്ടിൽ വെച്ചാണ് സംഭവം. 6 മാസമായി ഭർത്താവ് അജയനിൽ നിന്നും അകന്നു കഴിയുകയായിരുന്ന യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI-മാരായ എബിൻ, ജിഷ്ണു, സദാശിവൻ, GS CPO-മാരായ ശോശി, മനോജ്, CPO അനന്തകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ മുജീബ്, ചഞ്ചൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 12 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ഊരകം തൃശൂർ ബസ് സ്റ്റോപ്പിൽ വെച്ച് ചക്കേടത്ത് ബാലൻ മകൾ ഭദ്ര ബാലന്റെ റെഡ്മി നോട്ട് 13 ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായ വിവരങ്ങൾ അടങ്ങിയ ഫോണാണ് നഷ്ടമായത്. കണ്ടുകിട്ടുന്നവർ 7034817392 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7940 രൂപ, പവന് 63,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരളം പഴനി തായങ്കുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി. പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ അണിനിരന്നുള്ള പാണ്ടിമേളം മഹോത്സവത്തിന്റെ മാറ്റുകൂട്ടി. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ 2025 കുംഭഭരണി പത്രിക പ്രകാശനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ക്ഷേത്രം ഊരാളിനെ പത്രിക നൽകി പ്രകാശനം ചെയ്തു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടികയറും. ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.